ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിൽറ്റർ കുക്കിംഗ് വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് ഓറഞ്ച് ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ രുചികരവുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ പുതിയ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെസിപ്പിയിലേക്ക് പോവാം. ഹൽവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് 4 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കണം. നമുക്കൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചതിന് ശേഷം ജ്യൂസ് എടുക്കാം. ഓറഞ്ച് പിഴിഞ്ഞെടുക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ തൊലി നീക്കിയെടുക്കാവുന്നതാണ്. ഇതേപോലെ ചെയ്യുമ്പോൾ ഓറഞ്ച് പെട്ടെന്ന് തന്നെ തൊലി നീക്കിയെടുക്കാം. നമുക്കിത് മിക്സി ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഓറഞ്ച് നമ്മൾ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം കിട്ടിയൊരു ജ്യൂസാണിത്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തു. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കോൺഫ്ലോർ ഇട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഓറഞ്ച് കളർ 2 ഡ്രോപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം തിളച്ച് വരണം. പഞ്ചസാര പാനി ഒറ്റനൂൽ പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പാനി ടൈറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഹൽവയുടെ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം.
പെട്ടെന്ന് തന്നെ മിക്സാക്കി കൊടുക്കാം, അല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. കൈ എടുക്കാതെ തന്നെ നമ്മളിത് മിക്സാക്കിയിരിക്കണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകത്തിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ച് ഹൽവ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൽവയുടെ മിക്സ് ഒഴിക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് നെയ്യ് തടവി കൊടുക്കാം. കുറച്ച് പിസ്ത കട്ട് ചെയ്ത് വെച്ചിരുന്നു, അത് ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കാം. ഓറഞ്ചും റെഡും കലർന്നിട്ടുള്ള ഒരു ഫുഡ് കളറാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരുന്നത്. അതുകൊണ്ടാണ് ഓറഞ്ചും റെഡും കലർന്നിട്ടുള്ളൊരു കളർ കാണുന്നത്. ഇതുണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ ഉണ്ടാക്കി നോക്കുക, നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. 1 മണിക്കൂർ സമയം മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഹൽവ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ.